ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ നഗരസഭയിലെ 3-ാം വാർഡിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് LDFിൻ്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ നഗരസഭയിലെ മുൻ ചെയർപേഴ്സണുമായ PR നിർമ്മലയാണ്. ഇനി സ്ഥാനാർത്ഥിയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഇനി തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഈ വാർഡിൽ ലഭിക്കുന്ന ഫീഡ്ബാക്ക് എങ്ങനെ? വാർഡിൽ നല്ല സ്വീകരണമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. വീടുകൾ കയറുമ്പോൾ നമുക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ പ്രാവശ്യവും LDF തന്നെ ഈ വാർഡ് നിലനിർത്തുമെന്ന്. നിലവിലുള്ള കൗൺസിലർ സഖാവ് ഷിബുവേട്ടനാണ്. നന്നായിട്ട് എല്ലാ വീടുകളായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. വീടുകളിലെ ഓരോ വിഷയങ്ങൾ ഇടപെടുന്നതിന് അതോടൊപ്പം തന്നെ ഈ വാർഡിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ നന്നായിട്ട് ഇടപെടുന്ന സഖാവാണ് നിലവിലുള്ള കൗൺസിലർ. അതുകൊണ്ട് തന്നെ എനിക്ക് വീടുകളിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ കൗൺസിലർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് എനിക്കൊരു മുതൽക്കൂട്ടാകുകയാണ്. നല്ല നിലയിൽ ഉന്നതികളിലടക്കം ഇടപെടുകയും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന തൊട്ടടുത്തുള്ള ആളാണ് ഷിബുവേട്ടൻ. അതുപോലെ തന്നെയാണ് ഞാനും തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കും ഇവരുടെ അടുത്ത് ആദ്യം ഓടിയെത്തുന്ന ആളായിട്ട് മാറാൻ വേണ്ടി കഴിയും. നിലവിൽ ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പൊതുപ്രവർത്തനത്തിലൊക്കെ ഇവിടെ വന്നു പോകുന്ന ആളുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാവരുമായിട്ട് നല്ല പരിചയവും ഉണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് നിലവിൽ ഈ വാർഡ് നിലനിർത്താൻ കഴിയുമെന്നാണ്. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷക്കാലം UDF ആണ് കൽപ്പറ്റ നഗരസഭയിലുള്ളത്. 3 ചെയർമാൻമാർ മാറി മാറി ഭരണത്തിലിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 5 വർഷവും അവർ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതികളും കാര്യക്ഷമമായിട്ട് കൽപ്പറ്റ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടില്ല. പല വാർഡുകളിലും ഇന്ന് ഈ വാർഡുകളിലടക്കം ചില ആളുകൾക്ക് വീട് ലഭിക്കാത്തൊരു വിഷയമുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ആയിരങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ 5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് ലഭിച്ചപ്പോൾ കൽപ്പറ്റ നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം വിരലിൽ എണ്ണാവുന്ന 200 ചില്ലാനം ആളുകൾക്കാണ് ഇവർ വീട് കൊടുത്തിട്ടുള്ളത്. ആ പദ്ധതി തന്നെ ഇവിടെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് UDFിൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റ് പല നഗരങ്ങളിലും കോർപ്പറേഷനിലൊക്കെ നമ്മൾ കണ്ട് ഫ്ലാറ്റ് മോഡലുകളിലും അതോടൊപ്പം തന്നെ സ്ഥലം വാങ്ങി വീട് വെക്കുന്നതിനൊക്കെ പദ്ധതി വെച്ച് ഫണ്ട് നൽകുമ്പോൾ കൽപ്പറ്റ നഗരസഭയിൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു പദ്ധതിയും വെക്കാത്ത കൽപ്പറ്റ നഗരസഭയാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ളത്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഈ ടൗൺ ഹാൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ പൊളിക്കുമ്പോൾ നമുക്കറിയാം വളരെ പെട്ടെന്ന് 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിൽ കൽപ്പറ്റ നഗരസഭയ്ക്ക് അത് പ്ലാൻ ചെയ്ത് കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കേണ്ടതിന് പകരം കൽപ്പറ്റ നഗരസഭയിൽ നിലവിലുണ്ടായിരുന്ന ടൗൺ ഹാൾ പൊളിച്ചു മാറ്റി ഇപ്പോഴും അവിടെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ അടക്കമുള്ള ഭരണസമിതിയുടെ കാലത്ത് ആ നഗരസഭയുടെ പുറകിലുള്ള 30 സെൻറ്റ് സ്ഥലം നമ്മൾ ഏറ്റെടുത്തതാണ്. നഗരസഭയുടെ ടൗൺ വിപുലീകരണത്തിന് പുതുതായി നിർമ്മിക്കുമ്പം ഏറ്റവും നല്ല ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടി കൽപ്പറ്റ നഗരസഭയിൽ ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുള്ള അതടക്കം ഇപ്പോഴും ആ രീതിയിൽ ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. കാട് പിടിച്ച് കെട്ടിടം പൊളിച്ചു കഴിഞ്ഞ് ആ രീതിയിൽ ഇവിടെ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു കുടിവെള്ളം എന്നത് എല്ലാവർക്കും വീടുകളിൽ എത്തുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഞാനടക്കമുള്ള 2005 മുതൽ 10 വരെയുള്ള കാലഘട്ടത്തിലെ ഭരണസമിതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ വാങ്ങിയെടുത്തുകൊണ്ട് ഇന്ന് കൽപ്പറ്റ നഗരസഭയിൽ എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി കാരാപ്പുഴയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കുടിവെള്ളം ഇന്ന് എല്ലാ വീടുകളിലും ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിയാം. ഉന്നതികളിലൊക്കെ അവർക്ക് സൗജന്യമായി കണക്ഷൻ കൊടുത്തു അവരുടെ വീടുകളുടെ മുറ്റത്ത് അവരെ അടുക്കളയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്നത് അന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമാണ്. ഇങ്ങനെ കൽപ്പറ്റ നഗരസഭയുടെ വികസനത്തിന് വേണ്ടി LDFിൻ്റെ ഭരണസമിതികൾ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളല്ലാതെ UDFിൻ്റേതെന്ന് പറയാൻ ഒരു പദ്ധതി പോലും ഈ കൽപ്പറ്റ നഗരസഭയിലില്ല. ഇന്ന് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന തരത്തിൽ നമുക്കറിയാം കൽപ്പറ്റ നഗരസഭയിൽ ട്രെഞ്ചിങ് ഗ്രൗണ്ട് അവിടെ 9 ഏക്കർ സ്ഥലം 8 ഏക്കർ സ്ഥലം സഖാവ് TS ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ എടുത്തത് 1 ഏക്കർ സ്ഥലം അതിനോടനുബന്ധിച്ച് ഞാനടക്കമുള്ള ഭരണസമിതി 2005 മുതലുള്ള ഭരണസമിതി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഇത്രമാത്രം ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ഒരു നഗരസഭ ട്രെഞ്ചിങ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള 9 ഏക്കർ സ്ഥലം നമുക്ക് ഇന്ന് കൽപ്പറ്റ നഗരസഭയിലാണ്. BOT അടിസ്ഥാനത്തിലുള്ള ബസ് സ്റ്റാൻഡ് LDFിൻ്റെ കാലഘട്ടത്തിലാണ് അതിന് സ്ഥലം വാങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് BOT അടിസ്ഥാനത്തിൽ കൽപ്പറ്റ നഗരസഭയിൽ ജില്ലാ ആസ്ഥാനം എന്ന നിലയിൽ കൽപ്പറ്റ നഗരസഭയിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ പണി BOT അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് ഇന്ന് ആളുകൾക്ക് അത് നല്ല സേവനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാക്കി മാറ്റിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിക്കാൻ മുനിസിപ്പാലിറ്റികൾ, പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നൊരു ഫീഡ്ബാക്കാണ് മിക്ക സ്ഥാനാർത്ഥികളും പറഞ്ഞത്. അങ്ങനെ തന്നെയല്ല അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. നമ്മുടെ സർക്കാർ തന്നെ എല്ലാ ജനങ്ങളെയും
ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ താഴെ തലം വരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും, ഈ വീട് റിപ്പയറിങ് പല വീടുകളും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ജനലുകൾ മറ്റേത് ചില ചോർച്ചകളൊക്കെ സംഭവിക്കും. അതിന് വീട് റിപ്പയറിങ് എന്നുള്ളൊരു പദ്ധതി നമ്മുടെ കാലഘട്ടത്തിലൊക്കെ കൊടുത്തിരുന്നു. അത് അവർക്കൊരു ആശ്വാസമാണ്. ആ വീട് പുനരുദ്ധാരണത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം UDF കൊടുത്തിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകുമ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് നമുക്കറിയാം ഗ്രാമസഭകളിലൂടെ വാങ്ങി അംഗീകരിച്ച് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ യാതൊരു പദ്ധതിയും കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രഷർ കോളിമൂല ഉന്നതിയിലാണ്. ഇവിടുത്തെ നമ്മളോട് ചേച്ചിയുണ്ട്. ചേച്ചിയോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ മുൻ കൗൺസിലർ ഷിബേട്ട? ഞങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഒരാൾക്ക് സുഖമില്ലെങ്കിൽ അത് നോക്കും, അന്വേഷിക്കും, അതിനുള്ള ചികിത്സക്കുള്ള പൈസ തരും. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ അങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ട്. പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരെ ഓടി അവിടേക്കാണ് പോവുക. ഷിബേട്ടനെ അറിയിക്കും, ഷിബേട്ടൻ വന്ന് നോക്കും, എന്നിട്ട് പറയുക ഞാൻ അതിനുള്ള ആളെ പറഞ്ഞ് വിട്ടുതരാം എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്നലെ വരെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ 2 ആഴ്ച ഞങ്ങൾക്ക് വെള്ളമില്ല. എന്നാൽ ഷിബേട്ടൻ ഇന്നലെ ആളെ വിട്ട് പൈപ്പ് നന്നാക്കി വെള്ളം വന്നു. തീർച്ചയായും 3-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായ നിർമ്മലയാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് ചേർന്നത്. ഏതായാലും സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ വിജയാശംസകളും നമ്മൾ നേരുകയാണ്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, വയനാട്.